ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ട കാലത്ത് നിന്നാണ് അടിയന്തരാവസ്ഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട രാജ്യം ഇന്ദിരയുടെ ഏകകക്ഷി മേധാവിത്വ ഘട്ടത്തെ തൂത്തെറിയുന്നത്. കോയിലേഷൻ സർക്കാരുകൾ അഥവാ സഖ്യകക്ഷി സർക്കാരുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് സ്റ്റെബിലിറ്റി ഇല്ല, എപ്പോൾ വേണമെങ്കിലും താഴെ പോകും, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, സഖ്യകക്ഷികൾ എന്ത് തീരുമാനത്തിലും കൈകടത്തുമെന്നൊക്കെയാണ്. പക്ഷേ ചില സമയത്ത് ഒറ്റ കക്ഷിയുടെ ഏകാധിപത്യത്തിനേക്കാളും നന്നാവുക കൂട്ടു മന്ത്രിസഭയുടെ വൈവിധ്യത്തിലാണ്. അതായത് നിങ്ങൾക്ക് ഏകപക്ഷീയമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി തലവനായ ക്യാബിനറ്റോ മന്ത്രിസഭയോ രാജ്യത്തെ തലകീഴായി മറിക്കുന്ന എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവിടെ ഈ സഖ്യകക്ഷി അസന്തുലിതാവസ്ഥ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ സെറ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-യിൽ BJP കേവല ഭൂരിപക്ഷമുള്ള ഒറ്റകക്ഷിയെ അല്ല, കേവല ഭൂരിപക്ഷമില്ലാതെ മോദിക്ക് കംഫർട്ട് ഇല്ലാത്ത കൂട്ടുകക്ഷികളാണ് അവിടെ ഉള്ളത്. എന്ത് തീരുമാനമെടുത്താലും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടി വരും. കാരണം പാർലമെന്റിൽ ഈ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, NDA സഖ്യത്തിലെ ജനതാദൾ യുണൈറ്റഡും ലോക് ജനശക്തിയും ഒക്കെ മോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ അഗ്നിപഥ് സ്കീം പിൻവലിക്കുന്നതിനുള്ള മുറവിളി തുടങ്ങിയിട്ടുണ്ട്. ജാതി സെൻസസ്, സിവിൽ കോഡിലൊക്കെ ഈ അതൃപ്തികളുണ്ട്. മോദിക്കോ സംഘപരിവാറിനോ ഇതൊക്കെ മുഖവിലേക്ക് എടുക്കേണ്ടത് തന്നെ വരും. ചരിത്രത്തിൽ വലിയ പാഠങ്ങളുണ്ട് നമുക്ക്. ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ട കാലത്ത് നിന്നാണ് അടിയന്തരാവസ്ഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട രാജ്യം ഇന്ദിരയുടെ ഏകകക്ഷി മേധാവിത്വ ഘട്ടത്തെ തൂത്തെറിയുന്നത്. ഇന്ദിരയുടെ സുരക്ഷിത മണ്ഡലമായ റായ്ബറേലിയിൽ അവർ തോറ്റപ്പോൾ ജനങ്ങൾ ഒന്നായി തെരുവിലിറങ്ങുകയും പടക്കം പൊട്ടിക്കുകയും പോലും ചെയ്തു. അമേത്തിയിൽ സഞ്ജയ് ഗാന്ധി തോറ്റു. തുടർന്ന് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതയുടെ സഖ്യകക്ഷി ഭരണകൂടം സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്നേക്കുമായി തിരുത്തി എഴുതപ്പെട്ടു. പിന്നീട് ഇന്ത്യ കണ്ടത് സഖ്യകക്ഷി ഭരണങ്ങളിൽ കൊടുമ്പിരി കൊണ്ട രാഷ്ട്രീയ അസന്തുലിതാവസ്ഥകളായിരുന്നു. ജനാധിപത്യപരമായ കൊടുക്കൽ വാങ്ങലുകൾ, സർക്കാരുകൾ പലതും വീണു, അഭിപ്രായ അനൈക്യങ്ങളിൽ പിന്തുണകൾ പിൻവലിക്കപ്പെട്ടു. പിന്നീട് മുന്നണികൾ ഉണ്ടായി. അവർ പുറത്തുനിന്നും അകത്തുനിന്നും പിന്തുണ പ്രഖ്യാപിച്ചു. BP സിംഗ് വന്നു, ആസാദ് വന്നു, നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ തൂക്കു മന്ത്രിസഭ നിലവിൽ വന്നു. 13 ദിവസം മാത്രം അധികാരത്തിലിരുന്ന വാജ്പേയി സർക്കാരുകൾ വന്നു. ദേവഗൌഡയുടെ ഐക്യമുന്നണി വന്നു. ഇപ്പോഴത്തെ NDA 1998-ലാണ് നിലവിൽ വരുന്നത്. അതും ശിവസേന, AIDMK ഒക്കെ ഉൾപ്പെട്ട സഖ്യം. 2004-ൽ UPA മുന്നണി രൂപം കൊണ്ടു. 2014 വരെ ഈ UPA ആണ് അധികാരത്തിലിരുന്നത്. 2014 മുതൽ ഒരു പതിറ്റാണ്ട് BJP മൃഗീയ ഭൂരിപക്ഷത്തിലുള്ള NDA രാജ്യം ഭരിച്ചു. ഇത്തവണ BJP-യെ മുന്നണിയുടെ മൂലയിലിരുത്താൻ ജനം വോട്ട് ചെയ്തു. സംഘപരിവാർ ധാർഷ്ട്യം കുറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന ഇന്ത്യയിൽ നിന്ന് രാജ്യം മുക്തി പ്രാപിച്ചതുപോലെ ഡിവൈൻ റൈറ്റ്സ് അവകാശപ്പെടുന്ന മോദിയുടെ ഇന്ത്യയിൽ നിന്ന് പതിയെ രാജ്യം മുക്തി പ്രാപിക്കുന്നത് ഇങ്ങനെയാണ്.